വിഷുവിൻ്റെ ആരവും ബഹളവും എല്ലാം വിഷു തലേന്നേ തുടങ്ങും. വിഷു തലേന്ന് ഞങ്ങൾക്കൊരു പരിപാടിയുണ്ട്, വെച്ചെടുക്കുക എന്ന് പറയും. അപ്പോൾ എല്ലാ വെച്ചെടുക്കലിലും ഞങ്ങൾ മിക്കവാറും നെയ്യപ്പും ചിക്കൻ കറി ഉണ്ടാക്കുക, വറുത്തരച്ച ചിക്കൻ കറി. ഒരു അടാറ് കോമ്പാണ് നെയ്യപ്പും വറുത്തരച്ച ചിക്കൻ കറി കേട്ടോ. ഏറ്റവും ഇഷ്ടമാണ്. ഞങ്ങളൊക്കെ പണ്ട് കാത്തിരുന്ന ദിവസമായിരുന്നു ഇത്. അപ്പോൾ വെച്ചെടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു. നെയ്യപ്പും ചിക്കൻ കറിയും അടിപൊളിയായിരുന്നു. നിവി നെയ്യപ്പം കഴിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ട് ബാക്കിയുള്ള നെയ്യപ്പാണിത്. ഇതന്നെയായിരിക്കും ഞങ്ങൾ രാവിലെയും കഴിക്കുക. അപ്പോൾ 2 തവണ കഴിക്കുക കേട്ടോ. രാത്രിയും കഴിക്കുക, രാവിലെയും കഴിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് പച്ചക്കറി അരിയലാണ് പിറ്റേ ദിവസം വിഷുവിനുള്ള സദ്യ ഒരുക്കാൻ വേണ്ടിയിട്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി കണി ഒരുക്കാൻ. അച്ചാറിനൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയം 11:45. ആ സമയം കൊണ്ട് ഞാൻ കണിയൊക്കെ ജസ്റ്റ് ഒരുക്കി വെച്ചു. ഇനി 4 മണിയാകുമ്പോൾ അമ്മ ഞങ്ങളെല്ലാവരെയും വിളിച്ച് എഴുന്നേൽപ്പിക്കും. ഒരു 12 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ കിടന്നു കേട്ടോ. കറക്റ്റ് 4 മണിയായപ്പോൾ അമ്മ ഞങ്ങളെ വിളിച്ചു. അപ്പോൾ കണി കണ്ടു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും വിഷു ആശംസകൾ. എല്ലാവരുടെ ജീവിതത്തിലും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിഷുക്കണിയൊക്കെ കണ്ടു. ഞങ്ങൾ മുതിർന്നവരെല്ലാവരും എഴുന്നേറ്റ് കണ്ടു. ഇനിയുള്ളത് ഞങ്ങളുടെ ചുട്ടുമണീനെ കണി കാണിപ്പിക്കലാണ്. ആദ്യമായിട്ടായിരിക്കും ഇത്ര നേരത്തെ എഴുന്നേറ്റുള്ള കണി കാണല്ലേ അവന്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊന്നും നേരത്തെ എഴുന്നേറ്റ് കണി കണ്ടിട്ടില്ല. അപ്പോൾ ഇതായിരുന്നു ഇവിടെ ഞങ്ങളുടെ കൊച്ചു കണി. ഇനി നിവീനെ അമ്മ എഴുന്നേൽപ്പിക്കാൻ പോയിട്ടുണ്ട്. അവൻ നല്ല ഉറക്കമാണ്. അപ്പോൾ അവനെ കുത്തിപ്പൊക്കി അമ്മ എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് കണി കാണിപ്പിച്ചു കൊടുക്കുകയാണ്. കണി കണ്ട അവിടെ വിളക്കൊക്കെ കത്തിക്കുന്നിട്ട് അവൻ തന്നെ എഴുന്നേറ്റ് തൊഴുതു കേട്ടോ. നല്ല സന്തോഷമായി. എന്നിട്ട് പിന്നെ ഇപ്പോഴും നല്ല ഉറക്ക മൂഡിലാണ്. അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ തലേ ദിവസം പൂത്തിരി ഒന്നും കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പുലർച്ചയ്ക്കാണ് ഞങ്ങൾ പൂത്തിരി കത്തിച്ചത്. അപ്പോൾ ഇനി അത് കാണിക്കുകയാണ്. പൂത്തിരികളും മേശപ്പൂവൊക്കെയാണ് ഞങ്ങൾ വാങ്ങിക്കുക. പടക്കം അങ്ങനെ വാങ്ങിക്കാറില്ല. എന്താ വെച്ചാൽ സാറയ്ക്ക് പടക്കം ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് പടക്കം ഞങ്ങൾ വീട്ടിൽ വാങ്ങിക്കാറില്ല. അപ്പോൾ നിവിക്ക് ഇതൊക്കെ കാണിച്ചു കൊടുത്തു. അവന് ഭയങ്കര സന്തോഷമായി. മേശപ്പൂവിൻ്റെ ഭയങ്കര സൗണ്ടൊക്കെ കേട്ടപ്പോൾ അവൻ ജസ്റ്റ് ഒന്ന് പേടിച്ചു. അല്ലാതെ കുഴപ്പമൊന്നുമില്ല. ഭയങ്കര ഹാപ്പി ആയിരുന്നു പുള്ളി. അപ്പോൾ ഈ സമയം ഞങ്ങളുടെ വീട്ടിൽ പണ്ട് അച്ഛമ്മയുള്ള സമയമേ തുടങ്ങിയതാണ്. തൊടിയിൽ ചൂട്ടൊക്കെ കത്തിക്കും. അപ്പോൾ അച്ഛന് അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ അവിടെ തൊടിയിൽ ടോർച്ചടിച്ച് കണ്ട് ഈ സമയത്താണ് അവിടെ അങ്ങനെ ചമ്മലൊക്കെ കൂട്ടി തീ കത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നത്. അച്ഛമ്മയുള്ള സമയത്ത് തലേന്ന് രാത്രി അതൊക്കെ റെഡിയാക്കും കേട്ടോ. ഓലച്ചൂട്ടും ചമ്മലയും ഒക്കെ കൂട്ടി വെച്ചിട്ട് അത് രാവിലെ പുലച്ചയ്ക്ക് എഴുന്നേക്ക് കത്തിക്കും. അപ്പം അച്ഛൻ പോയിട്ട് അതൊക്കെ റെഡിയാക്കി കണ്ട് ഇങ്ങനെ പുള്ളി കത്തിക്കുകയാണ്. കൈ കിട്ടിയതൊക്കെ കത്തിക്കുന്നുണ്ട്. കാവുങ്ങിൻ്റെ പട്ട, ഓലച്ചൂട്ട്, അവിടെയുള്ള ചമ്മല എല്ലാം കത്തിക്കുന്നുണ്ട്. ഇപ്പം ഈ സമയമൊക്കെ ആയപ്പോൾ ഒരുവിധം എല്ലായിടത്തുനിന്നും പടക്കങ്ങളൊക്കെ പൊട്ടിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അച്ഛൻ്റെ ചൂട്ടത്തിക്കൽ തകൃതിയായി നടന്നു. ഈ സമയത്താണ് ഞങ്ങൾ മേശപ്പൂ കത്തിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഇതിൽ മേശപ്പൂ എന്നാണ് പറയാം. നല്ല അടിപൊളിയാണ്. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ അപ്പുറത്തെ വല്യച്ഛൻ്റെ വീട്ടിൽ നല്ല അടിപൊളി വെടിക്കെട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാനത് പോയി വീഡിയോ എടുത്തു. നല്ല കിട്ടില്ലായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇപ്പോൾ സമയം ഒരു 4:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നിവിക്ക് ഉറക്കമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അച്ഛൻ അവനുള്ള വിഷുക്കൈനീട്ടം കൊടുക്കുകയാണ്. അച്ഛന് ഈ രാവിലെ തന്നെ കൊടുക്കണം. ശേഷം എനിക്കും കിട്ടി കേട്ടോ. അങ്ങനെ അവൻ്റെ ആദ്യത്തെ വിഷുക്കൈനീട്ടം കിട്ടി. പിന്നെ കുറേ സമയം ഉറങ്ങാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ലാസ്റ്റ് ഞാൻ ഇവനെ പിടിച്ച് ഉറക്കി. പിന്നെ ഞങ്ങളെല്ലാവരും ഉറങ്ങി കേട്ടോ. പിന്നെ ഞാൻ എഴുന്നേൽക്കുന്ന സമയമൊക്കെ ആയപ്പോഴത്തേനും അമ്മ ഒരുവിധം പാചകങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട്. ഞാൻ എഴുന്നേൽക്കുമ്പോൾ അമ്മ ചോറിനുള്ള വെള്ളം വെച്ചു. അതുപോലെ സാമ്പാർ റെഡിയാക്കിയിട്ടുണ്ട്, അവിയൽ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഇന്നലത്തെ നെയ്യപ്പും ചിക്കൻ കറി എടുത്ത് ഞാൻ കഴിച്ചു. പിന്നെ എല്ലാ പണികളും പെട്ടെന്ന് കഴിഞ്ഞു. ഞങ്ങളതൊരു 11:30 ആയപ്പോഴത്തേനും എല്ലാ പണികളും കഴിഞ്ഞു. അതിനുശേഷം നിവി എഴുന്നേറ്റ് അവനെ വെച്ചുള്ള ഫോട്ടോഷൂട്ടുകളായിരുന്നു കേട്ടോ. അവനെ കൃഷ്ണനെ കൊടുത്തിട്ടും അവനെ വെറുതെ ഇങ്ങനെ ഓരോ ചുമ്മാ ഫോട്ടോസ് എടുക്കലായിരുന്നു പണി. പിന്നെ കുറേ നേരം ഫോട്ടോ ഷൂട്ടൊക്കെ നടത്തിയതിൻ്റെ ക്ഷീണത്തിൽ അവൻ അവിടെ വെച്ചിരുന്ന മുന്തിരിങ്ങ എടുത്ത് കഴിക്കുകയാണിത്. മുന്തിരിപ്രിയനാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മമ്മേൻ്റെ വക വിഷു കൈനീട്ടം കിട്ടി. ഇന്ന് ഏറ്റവും കൂടുതൽ വിഷു കൈനീട്ടം കിട്ടിയത് നിവിക്കാണ് കേട്ടോ. വൈകുന്നേരം അച്ഛൻ്റെ മാമൻ്റെ മോളൊക്കെ വന്നിരുന്നു. അപ്പോൾ അവരും കൊടുത്തു നിവിക്ക് വിഷു കൈനീട്ടം. അങ്ങനെ ഇന്നത്തെ ലക്ഷപ്രഭുവാണ് ആ സോഫയിൽ 100 രൂപ നോട്ടും കൊണ്ട് വെറുതെ ഇരിക്കുന്നത്. രാവിലെയൊക്കെ ഈ മുണ്ടിട്ട് നടക്കലായിരുന്നു പണി. അത് ഒട്ടിക്കുന്ന മുണ്ടായതുകൊണ്ട് അവൻ അഴിച്ചില്ല. പിന്നെ അമ്മ എനിക്കും തന്നു വിഷു കൈനീട്ടം. പിന്നെ ഇന്നത്തെ ഉച്ചയ്ക്ക് പരിപ്പ് കറി ഉണ്ടായിരുന്നു.
ചെറുപയർ വെച്ചിട്ടുണ്ടാക്കിയത്, അതുപോലെ ബീട്രൂട്ട് പച്ചടി, ക്യാബേജ് തോരൻ ഉണ്ടായിരുന്നു, അതേപോലെ പിന്നെ അതെന്താ മസാലക്കറി ഉണ്ടായിരുന്നു. പിന്നെ ഇത് മധുരം കുറവുള്ള പായസം, സേമിയ പായസം ആട്ടോ വെച്ചത്. പിന്നെ ഓലൻ, പിന്നെ പുളിഞ്ചി, ചോറ്, പിന്നെ രാവിലെ കാണിച്ച അവിയൽ, പിന്നെ കുടിക്കാനുള്ള കുടിവെള്ളം, ഇതൊക്കെ റെഡി ആയിട്ട് ഒരു 11:30 സമയമാകുമ്പോൾ റെഡിയായി. പിന്നെ മധുരമുള്ള പായസം, ഇതൊക്കെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. മധുരമുള്ളത്, മധുരമില്ലാത്തത് അച്ഛനും അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഞങ്ങളൊരു 12 മണി 12:30 ആയപ്പോഴത്തേനും ഞങ്ങൾ ചോറിനായിരുന്നു. ഞങ്ങൾ നേരത്തെ കഴിക്കും ഇങ്ങനെ വിശേഷമുള്ള ദിവസമാകുമ്പോൾ. എല്ലാം റെഡിയായിട്ട് അങ്ങനെ ഞങ്ങൾ 5 പേരുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കഴിക്കുകയാണ്. നിവീനെ അവൻ്റെ ടേബിളിൽ ഇരുത്തി അവന് ഒരു കുഞ്ഞ് ഇല വെച്ചിട്ട് അവനും കൊടുത്തു. അവൻ അവിടെ മുഴുവൻ പരത്തുനിന്ന് പേടിച്ചിട്ട് അവനധികം പിടിക്കാൻ സമ്മതിച്ചിട്ടില്ല. അമ്മ ഇങ്ങനെ വാരി കൊടുക്കുമായിരുന്നു. പപ്പടമൊക്കെ കൂട്ടി നല്ല കുശാലായിട്ട് അവനുണ്ടു. ഇവനെ കൊടുക്കുമ്പോൾ തന്നെ ഞങ്ങളും ഫുഡ് കഴിച്ചു. ഇത് കഴിഞ്ഞിട്ട് എൻ്റെ അനിയൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നിരുന്നു. അപ്പോൾ അവരും ഫുഡ് കഴിച്ചു. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ വിഷു ആഘോഷം ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.